കേരള രാഷ്ട്രീയത്തിലെ കനൽ വഴികളിലൂടെ നടന്നു നീങ്ങിയ മുതിർന്ന CPM നേതാവ് ജി സുധാകരൻ പാർട്ടിയുമായി 63 വർഷം നീണ്ട ബന്ധം അവസാനിപ്പിച്ച് അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചത് ഒരു വ്യക്തിയുടെ രാഷ്ട്രീയ നീക്കം മാത്രമല്ല, മറിച്ചൊരു പ്രസ്ഥാനത്തിനുള്ളിലെ ആഭ്യന്തര തർക്കങ്ങളുടെയും അവഗണനകളുടെയും പരസ്യമായ പൊട്ടിത്തെറിയാണ്. പുന്നപ്രയിലെ തന്റെ വസതിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം നടത്തിയ പ്രഖ്യാപനം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണിയുടെ പ്രത്യേകിച്ചും CPMന്റെ അടിത്തറ ഇളക്കാൻ കെൽപ്പുള്ളതാണ്. 2026 മാർച്ച് ആദ്യവാരം മുതൽ തന്നെ ജി സുധാകരൻ പാർട്ടിയുമായി അകൽച്ചയിലാണെന്ന സൂചനകൾ പുറത്തു വന്നിരുന്നു. CPM അംഗത്വം പുതുക്കില്ലെന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം പാർട്ടിക്കുള്ളിൽ വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചു. ഇതിനെ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും MA ബേബിയും നേരിട്ട് ഇടപെട്ടു. പിണറായി വിജയൻ സുധാകരനെ നേരിട്ട് ഫോൺ വിളിക്കുകയും പാർട്ടിയോടൊപ്പം നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. എന്നാൽ തന്റെ ആത്മാഭിമാനം പണയപ്പെടുത്തിയുള്ള ഒത്തുതീർപ്പിന് താൻ ഇല്ലെന്ന നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിന്നു. പാർട്ടിയുടെ ഏറ്റവും മികച്ച നയതന്ത്രജ്ഞന്മാരിൽ ഒരാളായ MA ബേബി ബുധനാഴ്ച രാത്രി സുധാകരന്റെ വീട്ടിലെത്തി മണിക്കൂറുകളോളം ചർച്ച നടത്തി. സുധാകരൻ പാർട്ടിയുടെ കരുത്തനാണെന്നും അദ്ദേഹം പ്രയാസം ഉണ്ടാക്കില്ലെന്നും ബേബി മാധ്യമങ്ങളോട് പറഞ്ഞെങ്കിലും പിറ്റേന്ന് രാവിലെ സുധാകരൻ നടത്തിയ പ്രഖ്യാപനം ഈ ശുഭപ്രതീക്ഷകളെ തകർത്തു. വർഷങ്ങളായി താൻ നേരിടുന്ന അവഗണനയാണ് സുധാകരനെ കടുത്ത തീരുമാനത്തിലേക്ക് നയിച്ചത്. ആലപ്പുഴ ജില്ലാ നേതൃത്വത്തിലെ ഒരു വിഭാഗം തന്നെ ബോധപൂർവം പാർശ്വവൽക്കരിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികാഘോഷം തന്റെ വീടിനടുത്ത് നടന്നിട്ടും ഒരു ക്ഷണക്കത്ത് പോലും നൽകാൻ ജില്ലാ സെക്രട്ടറി തയ്യാറായില്ല എന്നത് അദ്ദേഹത്തെ വേദനിപ്പിച്ചു. ഒരു വാർത്താ സമ്മേളനത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ പരിഹസിച്ച് ചിരിച്ചുവെന്നതും അതിനെ ആരും തിരുത്തിയില്ല എന്നതും സുധാകരനെ പ്രകോപിപ്പിച്ചു. പാർട്ടിയുടെ സൈബർ വിങ്ങുകൾ തന്നെ വ്യക്തിഹത്യ ചെയ്യുന്നുവെന്നും ഇതിന് നേതൃത്വത്തിന്റെ മൗനാനുവാദമുണ്ടെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു. അമ്പലപ്പുഴ മണ്ഡലത്തിൽ സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കുമ്പോൾ അത് കേരളത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടമായി മാറും. കോൺഗ്രസ് ആദ്യഘട്ട പട്ടിക പുറത്തിറക്കിയപ്പോൾ അമ്പലപ്പുഴ സീറ്റ് ഒഴിച്ചിട്ടത് സുധാകരന്റെ നീക്കം മുൻകൂട്ടി കണ്ടാണ്. ഔദ്യോഗികമായി UDF പിന്തുണ പ്രഖ്യാപിച്ചാൽ സുധാകരൻ ജയിച്ചു വരാനുള്ള സാധ്യത ഏറെയാണ്. ജി സുധാകരനെ പോലെ ഒരു ക്ലീൻ ഇമേജ് ഉള്ള നേതാവിനെ പിന്തുണയ്ക്കുന്നത് വഴി CPM വോട്ടുകളിൽ വലിയ വിള്ളൽ ഉണ്ടാക്കാൻ കോൺഗ്രസിന് സാധിക്കും. CPMന്റെ ഉറച്ച വോട്ടുകളിൽ വലിയൊരു ഭാഗം സുധാകരൻ വ്യക്തിപരമായി സ്വാധീനിക്കുന്നതാണ്. CPM പ്രവർത്തകർക്കിടയിൽ ഇപ്പോഴും വലിയൊരു വിഭാഗം അദ്ദേഹത്തെ ആദരിക്കുന്നുണ്ട്. ഇത് പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് വലിയ ഭീഷണിയാകും. വാർത്താ സമ്മേളനത്തിൽ സുധാകരൻ ഊന്നിപ്പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. താൻ മരിക്കുന്നത് വരെ ഒരു കമ്മ്യൂണിസ്റ്റായി തുടരുമെന്നും പാർട്ടി പ്രത്യയശാസ്ത്രത്തെ തള്ളി പറയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. തന്റെ പോരാട്ടം പാർട്ടിക്കുള്ളിലെ വ്യക്തികൾക്കും വിഭാഗീയതയ്ക്കും എതിരാണെന്നാണ് അദ്ദേഹം വരുത്തി തീർക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ CPM നേതാക്കളെ വ്യക്തിപരമായി അധിക്ഷേപിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇതൊരു തന്ത്രപരമായ നീക്കമാണ്. പാർട്ടിയല്ല, പാർട്ടിക്കുള്ളിലെ അനീതിയാണ് താൻ നേരിടുന്നതെന്ന് ഭക്തരായ അണികളെ ബോധ്യപ്പെടുത്താൻ ഇതിലൂടെ സാധിക്കും. ജി സുധാകരന്റെ ഈ നീക്കം മറ്റു ജില്ലകളിലെ അസംതൃപ്തരായ നേതാക്കൾക്കും ഒരു പ്രചോദനമായേക്കാം. പത്തനംതിട്ടയിലെ പത്മകുമാറിനെതിരെ നടപടി എടുക്കുന്നതും മറ്റു പലയിടങ്ങളിലും സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി തർക്കങ്ങൾ നിലനിൽക്കുന്നതും CPMനെ പ്രതിരോധത്തിലാക്കുന്നു. മുതിർന്ന നേതാക്കളെ കൈവിടുമ്പോൾ അത് പാർട്ടിയുടെ ആഭ്യന്തര ജനാധിപത്യത്തെ ബാധിക്കുമെന്ന മുന്നറിയിപ്പാണ് സുധാകരൻ നൽകുന്നത്. ആലപ്പുഴയിലെ പുന്നപ്ര വയലാർ വിപ്ലവ ഭൂമിയിൽ നിന്നും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് സ്വന്തം പാർട്ടിക്കെതിരെ ജനവിധി തേടുന്നത് ചരിത്രപരമായ മാറ്റമാണ്. പഴയ സിംഹം ഗർജിക്കുമ്പോൾ അത് CPMന്റെ കോട്ടകളെ എത്രത്തോളം തകർക്കുമെന്ന് 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കും. ഈ രാഷ്ട്രീയ പോരാട്ടം വെറും ഒരു സീറ്റിന് വേണ്ടിയുള്ളതല്ല, മറിച്ച് ആത്മാഭിമാനത്തിനും പാർട്ടിക്കുള്ളിലെ നീതിക്കും വേണ്ടി ഉള്ളതാണെന്ന് സുധാകരൻ വിശ്വസിക്കുന്നു. എന്നാൽ പാർട്ടിയേക്കാൾ വലുതല്ല വ്യക്തി എന്ന CPM സിദ്ധാന്തം സുധാകരന്റെ കാര്യത്തിൽ വിജയിക്കുമോ, അതോ ജനകീയനായ ഒരു നേതാവിന് പാർട്ടിയെ വെല്ലുവിളിക്കാനാകുമോ എന്നതാണ് കേരളം ഉറ്റുനോക്കുന്നത്. ജി സുധാകരന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വത്തെ പ്രതിരോധിക്കാൻ CPM വളരെ തന്ത്രപരമായ നീക്കങ്ങളാണ് ആസൂത്രണം ചെയ്യുന്നത്. പ്രധാനമായും 3 തലങ്ങളിലൂടെ സുധാകരൻ ഉയർത്തുന്ന വെല്ലുവിളിയെ ഇല്ലാതാക്കാനാണ് പാർട്ടി ശ്രമിക്കുന്നത്. പാർട്ടിയാണ് വലുത്, വ്യക്തിയല്ല എന്ന സ്ഥിരം കേഡർ ശൈലിയിലുള്ള പ്രചാരണം CPM ശക്തമാക്കും. സുധാകരൻ എന്ന വ്യക്തിയല്ല, മറിച്ച് പാർട്ടി ചിഹ്നമാണ് വോട്ടർമാർ നോക്കേണ്ടതെന്ന് അണികളെ ബോധ്യപ്പെടുത്താൻ സ്ക്വാഡ് പ്രവർത്തനങ്ങൾ ഊർജിതമാക്കും. മുൻപ് രാഘവനും ഗൗരിയമ്മയും പാർട്ടി വിട്ടപ്പോൾ നേരിട്ട അതേ രാഷ്ട്രീയ പ്രതിരോധം സുധാകരനെതിരെയും ഉയർത്തും. സുധാകരന്റെ നീക്കം വലതുപക്ഷത്തെയും കോൺഗ്രസിനെയും സഹായിക്കാനാണെന്ന് പാർട്ടി പ്രചരിപ്പിക്കും. UDF പിന്തുണയോടെയാണ് അദ്ദേഹം മത്സരിക്കുന്നതെങ്കിൽ അതിനെ കമ്മ്യൂണിസ്റ്റ് വഞ്ചനയായി ചിത്രീകരിച്ച് പാർട്ടി വോട്ടുകൾ ചോരാതെ സംരക്ഷിക്കും. പാർട്ടിക്കുള്ളിലെ അദ്ദേഹത്തിന്റെ അനുഭാവികളെ നേരത്തെ തന്നെ കണ്ടെത്തി താക്കീത് നൽകുകയും മാറ്റി നിർത്തുകയും ചെയ്യും. സുധാകരന് ബദലായി അമ്പലപ്പുഴയിൽ വികസന നായകൻ എന്ന പ്രതിച്ഛായുള്ള പുതിയൊരു മുഖത്തെ അവതരിപ്പിക്കാനാണ് CPM ശ്രമിക്കുക. മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും നേരിട്ട് മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് വികസന നേട്ടങ്ങൾ എണ്ണിക്കൊണ്ട് രാഷ്ട്രീയ പോരാട്ടം നയിക്കും. ചുരുക്കത്തിൽ വൈകാരികതയെ രാഷ്ട്രീയ സംഘടനാ ശക്തി കൊണ്ട് നേരിടുക എന്ന പതിവ് ശൈലിയാണ് CPM ഇവിടെയും പരീക്ഷിക്കുന്നത്.